ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഓണമൊക്കെ ഇങ്ങോട്ട് അടുത്ത് വരുമല്ലേ, സദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ട ഒരു പ്രത്യേക ഐറ്റം തന്നെയാണ് കേട്ടോ അച്ചാർ. ഏതായിട്ട് അച്ചാറായാലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് നെല്ലിക്ക അച്ചാറിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്പം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. നെല്ലിക്കാച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇടയ്ക്കൊരു 2-3 എണ്ണം മാത്രം കുറച്ച് വലുതുണ്ടായുള്ളൂ, ബാക്കിയെല്ലാം ഒരു മീഡിയം സൈസിലുള്ള നെല്ലിക്കയാണ് കേട്ടോ. അങ്ങനെ ദേ നെല്ലിക്ക ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ആവി പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. കഴുകി കഴിഞ്ഞ നെല്ലിക്ക നോക്കിയപ്പോഴാണ് കേട്ടോ ഒരു നെല്ലിക്കയ്ക്ക് ചെറിയൊരു കേട് കണ്ടത്. കഴുകുന്ന സമയത്തൊന്നും ഞാൻ ഈ ഒരു നെല്ലിക്ക കണ്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു കേട് മുറിച്ച് കളയാനായിട്ട് ഒരു കത്തി വെച്ചേം കണ്ട് അവിടെ കൊണ്ട് മുറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു കേട് നെല്ലിക്കയുടെ കുരുവിൻ്റെ അവിടം വരെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നെല്ലിക്ക ആവി കയറ്റി എടുത്ത് കഴിഞ്ഞിട്ട് കുരു കളഞ്ഞിട്ടാണ് അച്ചാറിടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുരു പൊക്കോളൂ കേട്ടോ. അപ്പോൾ ആവി കയറ്റാനായിട്ട് ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി തട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഈ നെല്ലിക്കെല്ലാം ഒന്ന് പറക്കി വെച്ച് കൊടുക്കണം. ചെറിയ രീതിയിലൊന്ന് ആവി കയറി എടുക്കണം കേട്ടോ. നമുക്ക് ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെല്ലിക്കയാണ് അച്ചാർ ഇട്ട് കഴിയുമ്പോൾ തന്നെ 2 ദിവസം ഇരിക്കുമ്പോൾ തന്നെ നെല്ലിക്കയ്ക്ക് അവിഞ്ഞു പോകും. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നെല്ലിക്ക ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കണം അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ചത് ആവി പുറത്തേക്കൂടെ വരാനായിട്ട് തുടങ്ങി കേട്ടോ. ഇത്രയും സമയം മതിയിട്ട് നമുക്ക് നെല്ലിക്ക വേവാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. നെല്ലിക്കയിൽ ഇത് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ആവി കയറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാകും കേട്ടോ നമുക്ക് നെല്ലിക്ക അച്ചാർ ഇടാനായിട്ട്. ഒരുപാടൊന്നും ഇട്ട് വേവിക്കേണ്ട. നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അതൊന്നും കൂടെ വെന്ത് അവിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത്രയും വേണ്ട, ഇത്രയും മതിയിട്ട് നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ ഇതേ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ നെല്ലിക്കയൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ കേട്ടോ. നെല്ലിക്ക ആവി കയറ്റിയെടുത്ത ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇതെല്ലാം നെല്ലിക്കെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടാണ് ഈ നെല്ലിക്കയ്ക്ക്. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തണുത്ത് കിട്ടുന്ന അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതേ നെല്ലിക്കയൊക്കെ തണുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം വെച്ചപ്പോഴത്തേനും നെല്ലിക്കയൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്കയുടെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കുരു കളയാനായിട്ട് ഞാനിത് എടുത്തിരിക്കുന്നത് ഒരു ഫോർക്കാണ് കേട്ടോ. ഫോർക്കോ സ്പൂണോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അതിൻ്റെ ബാക്ക് വശം വെച്ചും കണ്ട് നമുക്ക് ഈ നെല്ലിക്കായ്ക്ക് ഇങ്ങനെ വരയുണ്ടല്ലോ,
ഒരു ഇത് അനുസരിച്ച് ഇങ്ങനെ ഒരു വരയുണ്ടല്ലോ, ആ വരയ്ക്ക് വെച്ചെങ്ങാണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പകുതി വെന്ത നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് കിട്ടും. എന്നിട്ട് അതിൻ്റെ കുരു അടർത്തി മാറ്റിയെടുത്താൽ മതി കേട്ടോ. കുരു കളഞ്ഞെടുക്കുന്ന ആ ഒരു സമയത്തിന് നമുക്ക് ഈ നെല്ലിക്ക ചെറിയതായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ആ വര വച്ചിട്ട് ആ ഒരേ വരയ്ക്കനുസരിച്ചും ഞാൻ ഓരോ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ എടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാ നെല്ലിക്ക നമുക്കിതുപോലെ ഒന്ന് എടുക്കണം. അങ്ങനെ ദേ മുഴുവൻ നെല്ലിക്കായും ഞാൻ ഒരേ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെല്ലിക്ക അച്ചാറിടാനായിട്ട് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് പച്ചമുളക്, നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, ഒരു 7-8 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ അത് 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. 1 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഞാൻ കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്കിനി അച്ചാറിടാനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാറിടുന്നത്, അപ്പോൾ നല്ലെണ്ണയും വേണം. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും വേണം കേട്ടോ. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗറും വേണം, അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ വേണം കേട്ടോ. ഇനി നമുക്ക് അച്ചാർ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അച്ചാറിടാനായിട്ട് ഞാനിത് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാവണം, അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം തന്നെ ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ അതൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന ഒരു സമയത്ത് തന്നെ വെളുത്തുള്ളി അതേപോലെ പച്ചമുളകും കൂടെ രണ്ടും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന അത്ര നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന അത്രയും നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വിനീഗറിൻ്റെ കുപ്പിക്കകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പോളം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളവും അതേപോലെ തന്നെ വിനീഗറും എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ നെല്ലിക്ക ഇതേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പാകമായിട്ട് നോക്കാം. ഉപ്പ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറച്ച് വിനീഗറിൻ്റെ കുറവുണ്ട്, ചെറിയൊരു പുളിപ്പ് മാത്രമേ തോന്നുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വിനീഗറും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ ഒരു കുപ്പിയിൽ ഇത് ഈ വരയുടെ അവിടെ നിന്ന് കുറച്ച് ഇത്രയും വിനീഗർ മാത്രമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ നെല്ലിക്ക നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓണത്തിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഗ്ലാസിൻ്റെ ബോട്ടിലോ ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ. ബോട്ടിൽ നമുക്ക് ഒട്ടും വെള്ളം ഉണ്ടാവരുത്. അച്ചാറിട്ട് വയ്ക്കുന്ന കുപ്പിയിൽ വെള്ളത്തിൻ്റെ അംശം അതല്ലെങ്കിൽ ചെറിയ സൈഡിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ബോട്ടിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അതേപോലെ തന്നെ കോരി നമ്മൾ നിറച്ച് വയ്ക്കുന്ന ആ ഒരു സ്പൂൺ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അച്ചാറൊക്കെ കേടുവരാതെ പൂപ്പലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോക്കായി നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എത്തിച്ചേരുള്ളൂ. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.